യാസറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമുള്ള ഒരാളല്ലായിരുന്നു. 4 മാസമായി ഷിബില ഇവിടെ തന്നെയാണ്. യാസർ ഇടക്കിടക്ക് വരും, വന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൊല്ലപ്പെട്ട ഷിബില എനിക്ക് വധഭീഷണിയുണ്ട്, എൻ്റെ ഭർത്താവിൽ നിന്ന് ആക്രമണം നേരിടുന്നുണ്ട്, എൻ്റെ ഭർത്താവ് രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് താമരശ്ശേരിയിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ യാസർ എന്ന യുവാവ് രാസലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഷിബിലയുടെയും യാസറിൻ്റെയും വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല. കാരണം യാസറിന് ഇത്തരത്തിൽ ഒരു മോശമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം ഷിബിലയുടെ വീട്ടുകാർ ആദ്യം ഇത്തരത്തിൽ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ കടുത്ത പ്രണയത്തിലായിരുന്നു ഷിബിലയും യാസറും. തുടർന്ന് ഇരുവരും വീട്ടുകാരറിയാത്ത രഹസ്യമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുകയും അതിനുശേഷം വീട്ടുകാർ മറ്റ് വഴികളില്ലാത്തത് കാരണം ഷിബിലയെയും യാസറിനെയും സ്വീകരിക്കുകയുമായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ യാസറിൻ്റെ കൈകൊണ്ട് തന്നെ ഷിബില കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കാര്യങ്ങളെക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനീർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രതിയായ യാസറും, അതായത് ഭർത്താവായ യാസറും ഷിബിലയും തമ്മിൽ മുൻപ് പ്രണയത്തിലായിരുന്നു. ആ സമയത്ത് വീട്ടുകാരത്തിന് എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. ഈ യാസർ താമസിച്ചത് ഇതിൻ്റെ ഷിബിലയുടെ വീട് ഇതാണ്, തൊട്ടടുത്ത വീട്ടിലാണ്, ഈ തൊട്ടടുത്ത സ്ഥലത്താണ്. ഇവര് വർഷങ്ങളോളം പ്രണയത്തിലായിരുന്നു. നിക്കാഹ് ചെയ്തു തരാൻ ആദ്യം വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ഇവർ രജിസ്റ്റർ വിവാഹം ചെയ്തു. പിന്നെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വീട്ടുകാർ നിക്കാഹ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. സമ്മതിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? യാസറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമുള്ള ഒരാളല്ലായിരുന്നു നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ഈ ഷിബിലയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയങ്ങൾ നന്നായിട്ട് ജീവിച്ചു, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളാണ്. ഇപ്പം 4 മാസമായി ഷിബില ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ്. വീട്ടിലാണെങ്കിൽ പോലും ഈ യാസർ ഇടയ്ക്കിടയ്ക്ക് വരും, വന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ തിരിച്ചു പോകും. ഇന്നലെ 12 മണിയോടുകൂടി യാസർ ഇവിടെ വന്നതാണ്. വീട്ടിൽ വന്ന് എന്തോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ചെറിയ വാക്ക് തർക്കമുണ്ടായി. പിന്നീട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ 7 മണിക്ക്, കൃത്യം 7 മണിക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണ് കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നപ്പം വേറെ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല, നേരെ വന്ന് ഈ ഷിബിലയെ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കഴുത്തിന് കുത്തി. ഷിബില ഇറങ്ങി പുറത്തേക്ക് ഓടി. പിന്നെ തിരിച്ച് പിന്നാലെ വന്ന് വീണ്ടും തുടരെ കുത്തി. അത് തടക്കാൻ വന്നിട്ടുള്ള ഉപ്പയെയും കുത്തി. ഉപ്പയ്ക്ക് തലക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഉമ്മ വന്നു, ഉമ്മയെയും കുത്തി പരിക്കേൽപ്പിച്ചു. കൈയുടെ ഷോൾഡറിനാണ് ഉമ്മക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഉമ്മയും ഉപ്പയും മെഡിക്കൽ കോളേജിലാണ്. ഇതിനു മുമ്പ് ഷിബിലയുടെ കുടുംബം ഈ യാസറിനെതിരായിട്ട് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ഈ യാസറിനെതിരെ ഷിബില പോലീസിൽ പരാതി നൽകിയതാണ്. എൻ്റെ ഭർത്താവ് എന്നെ ദ്രോഹിക്കുന്നുണ്ട്, ലഹരി അടിച്ചുകൊണ്ട് പല മാനസികാവസ്ഥയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 28-ാം തീയതി ഷിബില പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ്. കാരണം ഈ സമാനമായ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇരകളായ ആളുകൾ, കൊല്ലപ്പെടുന്ന ആളുകൾ തങ്ങൾക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നടന്നിരുന്നു. അതിനൊന്നും ആക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പല ആളുകളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മരണപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട ഷിബില എനിക്ക് വധഭീഷണിയുണ്ട്, എൻ്റെ ഭർത്താവിൽ നിന്ന് ആക്രമണം നേരിടുന്നുണ്ട്, എൻ്റെ ഭർത്താവ് രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ എന്നോട് പെരുമാറുന്നുണ്ട്, എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 28-ാം തീയതി പോലീസിൽ പരാതി കൊടുത്തതാണ്. പക്ഷേ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കഴിഞ്ഞ മാസം 28-ാം തീയതി തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും ഉപദ്രവം നേരിടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഷിബില പരാതി നൽകിയിട്ടും പോലീസ് കാര്യക്ഷമമായി ഉണ്ടെന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഷിബിലയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്നത്. എന്തു തന്നെയായാലും യാസർ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് യാസറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.